ഇന്ന് നമുക്ക് കിട്ടിക്കുന്നത് ആപ്പിൾ എയർപോഡ് പ്രോ. കംപ്ലൈന്റ് എന്ന് പറയുന്ന സമയത്ത് റൈറ്റ് സൈഡ് ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ്. ലെഫ്റ്റിന് വേറെ റൈറ്റിന് വേറെയാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ബാറ്ററി മാറ്റാൻ പറ്റും. നമുക്ക് എന്തായാലും മാറ്റി വെക്കാം. ഓക്കെ, കമോൺ. ആപ്പിൾ എയർപോഡ് 1, 2 പോലെയല്ല ആപ്പിൾ എയർപോഡിൻ്റെ പ്രോ എന്ന് പറയുന്ന വേർഷൻ. പ്രോ എന്ന് പറയുന്ന വേർഷനിൽ വ്യത്യാസം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഉണ്ട പോലെ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബഡും വരുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ ബഡ് എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലത്തെ സ്റ്റാൻഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫുള്ള് വീഡിയോ ആണ് കേട്ടോ, എല്ലാത്തിലേക്കും കാണാം. അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ ടൈറ്റ് ആക്കേണ്ട, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് ഒരു 100 അല്ലെങ്കിൽ 120 ഹീറ്റിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കുടുങ്ങി കഴിഞ്ഞാൽ മെല്ലെ പൊക്കുന്ന സമയത്ത് സാധനം ഓപ്പൺ ആയിട്ട് വരും. ഓവറായിട്ട് ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പ്ലാസ്റ്റിക്കാണ്, പെട്ടെന്ന് ഉരുകും. അതുകൊണ്ടാണ് 100, 120 ഞാൻ മാക്സിമം ഹീറ്റ് പറഞ്ഞത്. അത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഒരു വൈറ്റ് ഗം ഉണ്ടാവും. അതായത് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് പോലത്തെ ഒരു ഗമ്മാണ്. ആ ഗമ്മ് മൊത്തം നമ്മളെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മളത് കറക്റ്റ് ജസ്റ്റ് സ്ട്രിപ്പ് നമ്മളൊരു ക്ലിപ്പിൻ്റെ മുകളിൽ നമ്മൾ നോർമലി സ്ട്രിപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ആ സ്ട്രിപ്പ് എടുത്ത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കത്തെ ചാർജിങ് പോലത്തെ ഒരു സാധനം ഊരിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ കുറച്ചും കൂടെ വൈറ്റ് ഗം ഉണ്ടാവും. ആ വൈറ്റ് ഗം നമ്മൾ മാക്സിമം അയച്ചെടുക്കുക. എന്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് പെട്ടെന്ന് വലിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററീൻ്റെ ആ ഭാഗത്ത് തന്നെ സ്പീക്കറിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്, എല്ലാത്ത 2 കണക്ഷനും വരുന്നുണ്ട്. അത് ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്, കുറച്ച് ചൊറയാണ്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴത്തുള്ള കണക്ഷനും മെല്ലെ നോക്കിയിട്ട് ജസ്റ്റ് ഒരു എൽ ഷേപ്പിൽ 2 കണക്ഷൻ സ്പീക്കറിലേക്ക് പോകുന്നുണ്ട്. ആ സ്പീക്കറിലേക്ക് പോകുന്ന ആ 2 ഭാഗവും നമ്മൾ റീസോൾഡർ ചെയ്തിട്ട് മെല്ലെ ഊരിയെടുക്കുക. എന്നതിന് ശേഷം ബാറ്ററീൻ്റെ നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും. അത് രണ്ടും മേളിലും താഴെ ആയിട്ടാണ് ഉണ്ടാവുക. ആ മേളിലും താഴെ ആയിട്ടുള്ളത് നമ്മൾ ഇതേപോലെ ട്യൂസർ കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഭാഗം പിടിച്ചിട്ട് മെല്ലെ ഒന്ന് അയാളോട് ടച്ച് ആകുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും, മെൽട്ടായി കിട്ടും. ആ മെല്ലത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി ഇതേപോലെ എന്തെങ്കിലും ബ്ലേഡോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ജസ്റ്റ് ഒരു തുള്ളി ലിക്വിഡ് ഇട്ടിച്ചിട്ട് അയച്ചെടുക്കുക. ഒരു കാരണവശാലും ടിന്നർ അങ്ങനത്തെ സാധനം ആക്കാതെ, ഫാൾക്കണ് കാര്യങ്ങളാവും പ്രശ്നമില്ല. ടിന്നറാക്കി കഴിഞ്ഞാൽ സാധനം പ്ലാസ്റ്റിക് ഉരുകും. അങ്ങനത്തെ അത്രക്കും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഇത് നമ്മൾ പുതിയ എടുത്ത ബാറ്ററി നമ്മൾ എങ്ങനെയാണോ പഴയ ബാറ്ററി നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് അതേപോലെ തന്നെ ആ ഒരു പൊസിഷൻ പോസിറ്റീവ് നെഗറ്റീവ് മസ്റ്റായിട്ട് നോക്കണം. പിന്നെ ലെഫ്റ്റ് വേറെ റൈറ്റ് വേറെ. ലെഫ്റ്റ് റൈറ്റിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂട്ടാവില്ല. അതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും സൂട്ടാവില്ല. രണ്ടും 2 ബാറ്ററിയാണ്. അങ്ങനെ തന്നെയാണ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുക. പക്ഷേ നേരെ മറിച്ച് 1ഉം 2ഉം ബാറ്ററി സെയിമാണ് വരുന്നത്. അതായത് ലെഫ്റ്റിനായാലും റൈറ്റിനായാലും സെയിം ബാറ്ററി വരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫില്ലർ പോലത്തെ ഒരു സാധനമാണ്. ഇത് ബട്ടൺസ് ടൈപ്പ് ബാറ്ററിയാണ്. ഇത് കണക്ഷൻസ് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് കറക്റ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതും നമ്മൾ എങ്ങനെയാണോ ഊരിയത് അതുപോലെ പോസിറ്റീവിലും നെഗറ്റീവിലും കൊടുക്കുക. താഴത്തെ സ്പീക്കറിൻ്റെ കണക്ഷൻ അത് കുറച്ച് ശ്രദ്ധിക്കണം. സ്പീക്കറിൻ്റെ കണക്ഷന് എടുത്ത് കുത്തിവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 2 റൗണ്ട് പോലത്തെ ഒരു സാധനമാണ് സ്ട്രിപ്പിൻ്റെ മുകളിൽ വരിക. അത് കുണ്ടയോടെ പൊരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണിയാണ് ജമ്പറിടുക എന്നുള്ളത്. നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്നതിന് ശേഷം നമ്മൾ നമ്മൾ അയച്ചെടുത്ത ക്ലിപ്പിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്ട്രിപ്പ് കറക്റ്റ് ഉള്ളിലോട്ടേക്ക് കയറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടയും. പക്ഷേ ഗമ്മ് നമ്മൾ ഇടണം. ഇതിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ബോക്സിലേക്ക് സാധനം കാര്യങ്ങളിട്ട് എന്നതിന് ശേഷം ചാർജും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ സാധനം തീരെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു ഫോൺ എടുത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് സാധനം ഫുള്ള് കണക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സാധനം ഫുള്ള് വർക്കായിട്ടുണ്ട്. ഇതുപോലെ ആപ്പിൾ എയർപോഡ്സ് അതുപോലെ തന്നെ JBL ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ ആപ്പിൾ എയർപോഡ് 1, 2 ഓൾറെഡി നമ്മളടുത്ത് ഏകദേശം ഒരു 30-40 ബാറ്ററി നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. പ്രോൻ്റെതും ഓൾറെഡി ഇപ്പോൾ ഒരു 10 സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബാറ്ററി ആയിട്ട് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതിപ്പോൾ എന്തായാലും സാധനം ഫുള്ള് സെറ്റായി. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഷെയർ എടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക.